ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് സത്യം ചേട്ടൻ റെക്കമെൻഡ് ചെയ്ത ഇവിടെ തൊട്ടടുത്ത് തന്നെ അടവി ടൂറിസത്തിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ഈ നമ്മുടെ ആനത്താവളം ഇല്ലേ, അവിടത്തേക്ക് ആനകൾക്ക് കൊടുക്കാൻ വേണ്ടി പുല്ലൊക്കെ വളർത്തുന്നൊരു സ്ഥലം കേട്ടോ. നല്ല ഫോട്ടോ സ്പോട്ടാ, വീഡിയോസൊക്കെ എടുക്കാൻ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞ് പുള്ളി സജസ്റ്റ് ചെയ്തൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, തൊട്ടടുത്താന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന് വെച്ചാൽ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസ് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ. അതായത് അവിടെ നിന്ന് 30-40 മീറ്റർ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ അടുത്തായിട്ട് തന്നെ വരും കേട്ടോ. കാണാൻ പറ്റും. ആനയ്ക്ക് കൊടുക്കാനുള്ള പുല്ലല്ലേ അത് വെച്ചിരിക്കുന്ന. അത്യാവശ്യം ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ല രസമുള്ളൊരു സ്ഥലമാണെന്നാ പറയാം. നമുക്ക് നോക്കാം. വണ്ടിയൊക്കെ വരുന്നുണ്ട്, പക്ഷെ റോഡ് മോശമാണ്. മണി ഇപ്പം തന്നെ എത്രയായി? അതല്ല, മണി ഇപ്പം തന്നെ എത്രയായി? 2 വിശപ്പുണ്ട്, നല്ല വെയിലാണ് കേട്ടോ. നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നിൽ ഏർലി മോർണിംഗ് വരിക. ഏർലി മോർണിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര മണിയാവും? 7 മണിയൊക്കെ കഴിയുമെന്ന് തോന്നുന്നു, അല്ലേ? 7-8 മണിയാവും തോന്നുന്നുണ്ട്, അല്ല ഒന്നിൽ ആ സമയത്ത് വരിക, അല്ലെങ്കിൽ വൈകുന്നേരത്ത് വരിക കേട്ടോ. നമ്മളിപ്പോൾ നല്ല നട്ടുച്ചയ്ക്കായിപ്പോയി, നമുക്ക് വേറെ വഴിയില്ല, നമ്മൾ പോകുന്ന വഴിക്ക് കയറിയതല്ലേ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ സമയം ഒന്ന് വെയിലൊക്കെ തന്നിട്ട് വരും കേട്ടോ. ഓ, ഇതാണ് സംഭവം അല്ലേ? ഓ, ഈ റോഡ് കയറി പോകണം. ചേട്ടാ, ഈ ആനയ്ക്ക് കൊടുക്കണ പുല്ലൊക്കെ ഉള്ളത് ഇങ്ങോട്ടാണ്. ഇവിടെ ഒരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞ്, ഫോട്ടോ സ്പോട്ട്. ആനയ്ക്കൊക്കെ പുല്ലൊക്കെ കൊടുക്ക ഇതാണല്ലേ? ഓക്കെ, ആടാ. അല്ല, നടന്നു പോകാനല്ലേ ദൂരമുള്ളൂ. എന്തെന്ന് പറഞ്ഞു വണ്ടി പോവാൻ പാടാന്നാ? അപ്പൊ അതെ, നമ്മളെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇട റൂട്ടിലോട്ടാണ് കേട്ടോ. നമ്മൾ കാറ് ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുവാണേ. വേറൊന്നുമല്ല, ഈ ആനയ്ക്കൊക്കെ കൊടുക്കുന്ന പുല്ലാണ് സംഭവം. പക്ഷെ നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്, ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല നല്ല സ്ഥലമാണ്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നന്നായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട്, ചേട്ടൻ സജഷൻ പറഞ്ഞതുകൊണ്ട്, ചേട്ടൻ 2-3 സ്ഥലങ്ങൾ പറഞ്ഞു. നമുക്ക് എല്ലായിടത്തും ഓടി എത്താൻ പറ്റത്തില്ല, കാര്യം ഇച്ചിരി തിരക്കാണ്. നമുക്ക് വേറൊരു ദിവസം ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോഴോ അല്ലാതൊക്കെ വരുമ്പം നമുക്ക് അവിടെയൊക്കെ പോയി വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നിതിപ്പം കുറച്ച് അടുത്തായതുകൊണ്ട് വന്നതാണേ. ഇതെന്ത് ചെടിയാണ്? തൈ തരുമോ അവര്? ഒരു തൈ ചോദിക്കട്ടെ. ഇതൊന്നും വളരില്ല, കാട്ടുചെടിയാണ്. കാട്ടുചെടിയാ? എന്താണ് അങ്ങനൊരു ടോക്ക്? എന്താണ് കുഴിയാ അവിടെ? ഇതിൻ്റെ ഒരു തൈ ചോദിച്ചാലോ? ഇത് ദൂരം നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ചെടി. പക്ഷെ ചേട്ടൻ പറയണത് ഇത് കാട്ടുചെടിയല്ലോ ആയിരിക്കും, അവിടെ നിന്നും കൊണ്ട് വെച്ചാൽ പിടിക്കത്തില്ല, എന്തോ അറിയില്ല. വേലി കെട്ടിയേക്കുന്നുണ്ടോ? വേലി കെട്ടിയേക്കുന്നു, ആന ഇറങ്ങാതിരിക്കും. ഇത് നല്ല മൂർച്ചയുള്ളതാണെന്ന് കേട്ടോ. ഇത് മൂർച്ചയുള്ള അങ്ങനത്തെ എന്തോ ഒരു പുല്ലാണ്. ആണോ? അത് നമ്മളെ സാധാ പുല്ലല്ലേ ഇത്? അല്ലല്ലേ? അല്ലല്ല, ഇത് വളർത്തിയേക്കണല്ലേ. അങ്ങറ്റം വരെ ഉണ്ട്. ഓ, ഇവിടെ ഇറങ്ങിയപ്പം നല്ല കാറ്റും വെയിലും താന്നല്ലേ. എൻ്റെ ദൈവമേ, ഇത്രയും സമയം ഭയങ്കര വെയിലും ഭയങ്കര ചൂടുമായിരുന്നു. ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാ, കാരണം ആനക്ക് ഇഷ്ടമുള്ള പുല്ലല്ലേ. അപ്പൊ അതുകൊണ്ട് ആന ഇറങ്ങാതിരിക്കാനാണ് ആ സൈഡ് അത്രയും വേലി കെട്ടിയേക്കുന്നല്ലേ. വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടാവുന്നില്ല. ആ സൈഡൊക്കെ വേലി കെട്ടിയിട്ടുണ്ട് കേട്ടോ. ദർഭപ്പുല്ല് മാതിരിയുണ്ട്, അതാണോ തോന്നി, എന്തോ അറിയില്ല. ഒരുമിച്ച് നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട് അല്ലേ? രസമുണ്ട്. ക്ഷീണിച്ചു. ഓ, എന്തൊരു ശാന്തത. ആ മരം നോക്കി, പ്രകൃതി രമണീയത. പേരയ്ക്ക, പേരമരം. ഇതാ? ഇത് അതെ അതെ. എന്താണ്? ഇത്രയും ഭാഗത്തുനിന്ന് വെട്ടിയെടുത്തു പുല്ല്.
ആ ഒരു വെട്ടിയെടുത്തല്ലേ. ആ തിരുവനന്തപുരം. ഇതെന്തോ ചെടിയാ ചേട്ടാ? ഇതെന്തോ ചെടിയാണ്? ചന്ന. ഓ, ഞങ്ങളുടെ അവിടെയൊക്കെ പിടിക്കുമോ? എടുക്കാവോ? താങ്ക്സ്. ചന്ന. ആ ചേട്ടന്മാർ പറഞ്ഞ് എന്താണ്? ചന്ന ചന്ന ചന്ന. എന്താണ്? കസ്തൂരി മഞ്ഞളുടെ ഒക്കെ ഒരു ഇനം അല്ലേ? എന്നാണ്. പിടിക്കുമോയെന്ന് ചോദിച്ചപ്പോൾ പിടിക്കും എന്ന് പറഞ്ഞു. ചോദിച്ചു കേട്ടോ നമ്മൾ പെർമിഷൻ എടുത്തോട്ടെ എന്ന്. അത് പറഞ്ഞ് എടുത്തോളാം. ചെറിയ തൈ എന്ന് പറഞ്ഞു. ഇതാണ് ഇത് ചെറിയ തൈ. ഓ ഓ ചേട്ടൻ നമുക്ക് പിഴുത് തരാന്ന് പറഞ്ഞു കേട്ടോ. മതി ചേട്ടാ, മതി മതി മതി, ധാരാളം. ഒത്തിരി സന്തോഷം. താങ്ക്സ്. ചെടിയോടുകൂടി കിട്ടി. എന്താണ് എന്താണ് കുന്നിക്കുരുവോളം ചോദിച്ചപ്പോ കുന്നോളം തന്നു അല്ലേ? നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. ഓക്കെ, ഇത്രയും വേണോ? വേണ്ട, അവര് പറിച്ചു തന്നതല്ലേ, വെച്ചത്. പിടിക്കോ ഇല്ല സംശയമാണ്. ഞാനിതുവരെ കണ്ടിട്ടില്ല നമ്മളവിടെ അല്ലേ ഈ ചെടി. അവരെല്ലാവരും പറഞ്ഞത് പിടിക്കും, കുറച്ച് മൂട് താഴ്ത്തി എടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങളെടുത്തപ്പം അത്ര ശരിയായില്ല. അങ്ങനെ ആ ചേട്ടൻ വന്ന് എടുത്തു തന്നതാണ്. ഓക്കെ, അപ്പം അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണ്? റൂമിൻ്റെ നോക്കാം. ഓക്കെ, നമ്മളാ കുട്ടവഞ്ചിയിൽ ഇരുന്നപ്പോഴാണ് മഴ പെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. പുള്ളി പറഞ്ഞു കേട്ടില്ലേ, മഴയത്തും വെയിലില്ലാത്ത സമയത്തൊക്കെ നല്ല രസമാണ്. വെയിലുള്ളപ്പം വെയിലിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ക്ഷീണവും തോന്നും എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഗായ്സ്, അങ്ങനെ നമ്മളിതേ പത്തനംതിട്ട ടൗൺ കയറിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതേ പോകുന്ന വഴിക്ക് ഈ സർബത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചേട്ടൻ സർബത്താണെന്ന് തോന്നുന്നു. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഞ്ചി ഇട്ടത് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അല്ലെങ്കിൽ അത് നല്ലതായിരുന്നു കേട്ടോ. 40 രൂപ എന്തേ വരത്തുള്ളൂ. കുഴപ്പമില്ലായിരുന്നല്ലേ? ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഞ്ചി വേണ്ടായിരുന്നു. ആ കുഴപ്പമില്ല. അടുത്തത് നമ്മുടെ സ്പോട്ട് റൂം. എങ്ങോട്ടാണ് റൂം? എവിടെയാണ് റൂം? എവിടെയാണ് റൂം? ചങ്ങനാശ്ശേരി. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ റൂമിലെത്തി ഫ്രഷ് ആയിട്ടൊക്കെ നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അവിടെയൊക്കെ പോയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകണം. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മള് റൂം നോക്കിയിട്ട് വരാം ഗായ്സ്. ഇത് ഭയങ്കര ഒരു അടിപൊളി ഷോപ്പാണ് കേട്ടോ, TNT. ഞങ്ങള് ഇവിടെ തന്നെ വയനാട് പോയപ്പോൾ തന്നെ TNTയുടെ ഇവിടുത്തെ ഷോറൂം അല്ല, വേറെ ഷോറൂം ഈ ഷോപ്പല്ല, വേറെ ബ്രാഞ്ചിലെ ഷോപ്പാണെന്ന് തോന്നുന്നു. നമ്മൾ അവിടെ കയറിയാട്ടോ. ഭയങ്കര അടിപൊളി അൽഫാമും ഷവായി ഒക്കെയാണ്. എനിക്ക് സാധാരണ അൽഫാമും ഷവായി ഒന്നും വേറെ കടയിലതൊന്നും ഇഷ്ടമുള്ളതല്ല, പക്ഷെ ഇവിടുത്തെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതെ, ഇതാണ് നമ്മുടെ ഹോട്ടൽ ബ്രീസ് ലാൻഡ്. അപ്പം നമുക്ക് പോവാം. ഇവിടെ എവിടെയാണ് പാർക്കിംഗ്? അപ്പോൾ ഗൈസ്, ഞങ്ങളിത് ചെക്ക് ഇൻ ചെയ്യുവാണ്. ഞങ്ങളിവിടെ 1 ഡേ സ്റ്റേ ആണ് എടുത്തിരിക്കുന്നത്, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നല്ല സർവീസൊക്കെ ആയിരുന്നു, നല്ല ഹോട്ടലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യും കേട്ടോ. നല്ല ക്ലീനൊക്കെ ആയിരുന്നു, നല്ല നീറ്റായിരുന്നു, സർവീസ് നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഇട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങൾ പോയി ഫ്രഷൊക്കെ ആയിട്ട് TNTയിൽ പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. കഴിച്ചിട്ട് നമുക്ക് എൻ്റെ ഫ്രണ്ടിലെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ.